വടകര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഇരിങ്ങൽ സർഗാലയയിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. മാധ്യമപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന വേദിയിൽ ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും പങ്കാളികളായി. മാധ്യമപ്രവർത്തകരും വിശിഷ്ടാതിഥികളും ചേർന്നൊരുക്കിയ ഭീമൻ പൂക്കളത്തോടെയാണ് സർഗാലയയിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാധ്യമപ്രവർത്തകർ നാടിന്റെ സ്പന്ദനമാണെന്ന് പരിപാടിയിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ദേശീയപാത വികസനവും ഇതുമൂലമുള്ള ഗതാഗതക്കുരുക്കും പരിഹരിക്കുവാൻ എല്ലാ തലത്തിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശംസകൾ വരുന്നതോട് അത്രയും തന്നെ ബ്ലോക്ക് ആശംസകൾ എനിക്ക് വരുന്നുണ്ട്. വാട്സപ്പിൽ എല്ലാ ദിവസവും ഇപ്പോൾ ആണെങ്കിൽ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ പാട്ടിനെ കൊണ്ട് കിട്ടിയ ഒരു ഗുണം, ഞാൻ നിതിൻ ഗഡ്കരി മിനിസ്റ്ററെ കൊണ്ടിട്ട് ഈ പാട്ടൊന്ന് കേൾപ്പിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ക്യാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതിൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഞാനാണ്, ഗഡ്കരി ജി എന്ന് പറയുന്നത് നിങ്ങൾ. അപ്പം എൻ്റെ മേലെ പാട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മേലെ തന്നെയാണ് ഈ പാട്ടുള്ളത്, ഇതാണ് അവിടെ നടക്കുന്നത്, ഞാൻ ഇത് എന്താ ചെയ്യേണ്ടത്, ഒന്നല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പാളിച്ചാണെങ്കിൽ എന്നോട് പറയണം, അതല്ലെങ്കിൽ ഉത്തരവാദിത്വം. അപ്പോൾ പുള്ളി ആ സാധനം നമ്മുടെ NHAയുടെ ചാർജുള്ള മെമ്പർക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ ആ മെമ്പർക്ക് അയച്ചിട്ട് മെമ്പർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടുമോ, പാട്ടിൻ്റെ മലയാളത്തിനാണല്ലോ പാട്ട്. ഞാൻ പറഞ്ഞുതരാം. അത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം സാധനങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ആകത്തുക. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിക്കുന്ന വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് MLA-മാരായ KK രമയും പാർക്കൽ അബ്ദുള്ളയും ഉറപ്പു നൽകി. പ്രസ് ക്ലബിന്റെ വിപുലീകരണത്തിനായി നിലവിലെ ഓഫീസിന് സമീപം നഗരസഭയുടെ കെട്ടിടം അനുവദിക്കുമെന്ന് ചെയർമാൻ PK ശശിയും വൈസ് ചെയർപേഴ്സൺ KM ഷൈനിയും അറിയിച്ചു. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പ്രദീപ് ചോമ്പാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RDO KK പ്രസിൽ സർഗാലയ CEO TK രാജേഷ്, രാജീവൻ പറമ്പത്ത്, PK വിജേഷ്, K രഗീഷ്, VP പ്രമോദ്, ശരണ്യ അനൂപ്, PK രാധാകൃഷ്ണൻ, P ലിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ഹൈവേ നേരത്തെ സൂചിപ്പിച്ചു, നിരന്തര ഇടപെടൽ, ഏറ്റവും കൂടുതൽ ഇടപെടൽ ഏതാ നടത്തിയതെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയാണ്. അപ്പം അതിൽ വടകരയിലെ പണി തീരാൻ ഒരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട്. MP നമ്മുടെ എംബാങ്ക്മെൻ്റ് ആയിരുന്നു നേരത്തെ, അത് മാറ്റി എലിവേറ്റഡ് ആയപ്പം വലിയ ഡിലേ വന്നു. അതിൻ്റെ പഠനത്തിന് 6 മാസം എടുത്തു. അപ്പം അത്രയും ഡിലേ നമുക്ക് വന്നു. അതാണ് ഒരു പ്രധാന ടൗണിലെ ഒരു പണി തീരാൻ ഒരു പ്രധാന പ്രശ്നം. പക്ഷേ നമ്മുടെ ഒരു പ്രധാന ആവശ്യം, നേരത്തെ നമ്മൾ ഉന്നയിച്ച പ്രധാന ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ആ കുരിയാട് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അവർ പരിശോധിക്കാൻ തയ്യാറായി എന്നത് നമുക്ക് പോസിറ്റീവായി. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഡിലേ ആവാൻ കാരണമായിട്ടുണ്ട്. കൂടുതൽ അടിപ്പാത കെട്ടി, എന്നാലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല. അതിൽ ആ സർവീസ് റോഡായിരുന്നു ആദ്യം അവർ ക്ലിയർ ചെയ്തത്. എന്നാൽ ഒരു പ്രശ്നമില്ല, നടുക്കുന്ന എത്ര വേണമെങ്കിലും പണിയെടുത്തോട്ടെ, പക്ഷെ അത് ക്ലിയർ ചെയ്ത് തരാത്തതാണ് നമുക്കുണ്ടായ ഒരു പ്രയാസം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ആ കരിമ്പന പാലമൊക്കെ തുറന്നതുകൊണ്ട് കുറേയേറെ നമുക്കിങ്ങനെ ഇരുന്ന് ആഘോഷിക്കാൻ മറ്റ് മതിൽക്കെട്ടുകളൊന്നുമില്ലാതെ എല്ലാ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ പലപ്പോഴും മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വേർതിരിവുകളിലാണ്. ഓണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു വേലിക്കെട്ടുകളുമില്ലാതെ ഒരു മലയാളിയുടെ ഒരു ദേശീയ ആഘോഷം, ഉത്സവം എന്ന നിലയിൽ വളരെ നന്നായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഏറ്റവും മനോഹരമായ ചടങ്ങാണ് ഓണം. ഞാൻ പ്രവാസ ജീവിതം നയിക്കുന്ന കാലത്ത് ഞങ്ങൾ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, അങ്ങനെ ഓണം ഏതാണ്ട് ഒരു മാസമുണ്ട്. വിവിധ സാംസ്കാരിക സംഘടനകൾ, വിവിധ കലാപരിപാടികൾ, നാട്ടിൽ നിന്ന് പ്രമുഖരായ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പത്രക്കാർ സാധാരണ എപ്പോഴും തിരക്കിലാണെന്ന് നമുക്കറിയാം. ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും അവധിയില്ലാതെ നാട്ടുകാർ ഓണസദ്യ കഴിക്കുമ്പോൾ നിങ്ങളതിൻ്റെ വാർത്ത കൊടുക്കുന്ന തിരക്കിലായിരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. നാട്ടുകാർ പൂക്കളം കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ ചിലപ്പോൾ എടുക്കുന്ന തിരക്കായിരിക്കും. പത്രക്കാരെ പറ്റി പറയുമ്പോൾ ഞാനിപ്പം വടകര മുനിസിപ്പാലിറ്റിൻ്റെ ചെയർമാനായ കഴിഞ്ഞതിന് ശേഷം ഡെയിലി വരുന്ന പത്രത്തിൻ്റെ കട്ടിങ്സ് ഞാൻ എടുക്കും. ഈ മുനിസിപ്പാലിറ്റിക്ക് എതിരായിട്ട് എന്താണ് വരുന്നത്, അനുകൂലമായിട്ട് വരുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഡെയിലി പരിശോധിക്കും.
പത്രക്കാർ എഴുതുന്ന കാര്യങ്ങൾ വസ്തുത ഉള്ളതാണെങ്കിൽ, ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ, അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ വന്നിട്ടുള്ളത് ആ വിഭാഗത്തെ വിളിച്ചു ചേർത്ത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഇനി രണ്ടാം സ്ഥാനം നേടിയ രമ ശിവ രണ്ടാം സ്ഥാനം